താഴ്ചകൾ വന്നാലും നീ മാത്രമാണെൻ്റെ ദൈവം. ലാഭമോ നഷ്ടമായാലും നീ മാത്രമാണെൻ്റെ ദൈവം. താഴ്ചകൾ വന്നാലും നീ മാത്രമാണെൻ്റെ ദൈവം. യേശുവേ, നിൻ സ്നേഹം ഓർത്താൽ ൂമരും പാടുമേ. ക്രൂശിലെ യേശുവേ, നിൻ സ്നേഹം ഓർത്താൽ ൂമരും പാടുമേ. ക്രൂശിലെ ത്യാഗം ഓർത്താൽ എരിതീലും മുഖത്തെ പാർത്ത് ആരാധിപ്പേ, എന്നിദയം തന്ന് ആരാധിപ്പേ. മുഖത്തെ പാർത്ത് ആരാധിപ്പേ, എന്നിദയം തന്ന് ആരാധിപ്പേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ശ്രേഷ്ഠവചനം ഉൽപ്പത്തി 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. അപ്പോൾ യഹോവ, മനുഷ്യനിൽ നിന്ന് എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. ഈ വചനത്തിനകത്ത് ഇതിൻ്റെ ചരിത്രം നോക്കുമ്പം വലിയൊരു ന്യായവിധിയുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രാരംഭ വേർഡാണ്. പക്ഷെ അതിനകത്ത് നിന്ന് എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ഒരു സെൻറ്റൻസ് പറയുകയാണ്. ദൈവം പറയുകയാണ്, എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യരോട് വാദിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ അതിനകത്തൊരു സന്ദേശമുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. വാദിക്കുന്നവൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? പക്ഷപാതം ചെയ്യുന്നവൻ. നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമുക്കെതിരെ വരുന്ന സകല നെഗറ്റീവുകൾക്കും സകല ശത്രുവിൻ്റെ ആയുധങ്ങളെയും എതിർക്കുന്നൊരു വാദം അതുണ്ട്. ഒരു ദൈവത്തിന് വേണ്ടി വാദിക്കുന്ന, ഒന്ന് ആത്മാവിന് വേണ്ടി വാദിക്കുന്നു, 2 പുത്രൻ അവന് വേണ്ടി വാദിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിക്കുന്നില്ല, പക്ഷെ അതിനകത്ത് വാദിക്കുന്നു എന്നൊരു സന്ദേശമുണ്ട്. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതിന് തൊട്ട് താഴേക്ക് വരും പറഞ്ഞു, യേശു മരിച്ചു, അടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇയ്യോബിനെ തകർക്കുവാൻ വേണ്ടി സാത്താൻ വന്ന് അനുവാദം ചോദിക്കുമ്പോൾ പിതാവ് വിട്ടുകൊടുക്കാതെ വാദിക്കുന്നു. അപ്പം സത്യമായിട്ട് അങ്ങനെയൊന്നും നിങ്ങളെ തകർക്കത്തില്ല, ആരും തകർക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു വാദമുണ്ട്. ഇതിനകത്തു നിന്നൊരു സന്ദേശം വീണ്ടും നിങ്ങൾക്ക് തരാം. അതെന്താണ്? ദൈവാത്മ പല സമയത്ത് നമ്മോട് വാദിക്കും, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത്, നീ അങ്ങനെ പോകരുത്. കുറേ നാളുകൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വീണ്ടും അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പിന്നെ വാദിക്കത്തില്ല. അങ്ങനെയും ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ, ആദ്യം അതൊരു മൃദുസ്വരമായിരിക്കും,
പക്ഷെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ ആ മൃദുസ്വരം പിന്നെ ഇടിമുഴക്കം പോലത്തെ വലിയ നാദങ്ങളായി മാറും. പരിശുദ്ധാത്മാവിൻ്റെ സംസാരം, ശബ്ദം നമ്മുടെ മേൽ വർദ്ധിക്കുന്നത് അനുസരിക്കും തോറുമാണ്. അത് ഇന്നലെ ഒരു മൃദുസ്വരമാണെങ്കിൽ പിന്നത്തേതിൽ അത് ഇടിമുഴക്കം പോലെ വെളിപ്പെട്ടു വരും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ശത്രു സൈന്യം മുഴുവൻ നിങ്ങൾക്ക് എതിർ നിന്നാലും വാദിക്കുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവ് നമുക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവം നമ്മുടെ പക്ഷത്താണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയത്തോട് എഗ്നിസ്റ്റ് നിൽക്കരുത്, എതിർത്ത് നിൽക്കരുത്, വിധേയപ്പെടുക. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരും. കർത്താവിൻ്റെ കൂടെ സഹകരിക്കുക. പിശാചിനോ ദുരാത്മാവിനോ ദുഷ്ടമണ്ഡലങ്ങൾക്കോ നിങ്ങളുടെ മേൽ ഒരധികാരവും ഇല്ല. ഇന്നത്തെ ദിവസം ചില വാദങ്ങൾ, ചില ഫൈറ്റുകൾ മാറാൻ പോവുകയാണ്. സ്പിരിറ്റ് തലത്തിൽ നിങ്ങൾക്കൊരു ജയം കർത്താവ് തരാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നു. യെസ്, നമുക്ക് വേണ്ടി വാദിക്കുന്നൊരു പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് നിൽക്കുക. നമുക്ക് ജയം ലഭ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായി നൽകിയാൽ സ്തോത്രം ചെയ്യും. ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കാൽ കർത്താവെ എല്ലാ പ്രതികൂലങ്ങളെയും ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ വാദിച്ച് ചില കർത്താവ് ന്യായപാലനം ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് ഞങ്ങളുടെ നല്ല അഡ്വക്കേറ്റായി നിന്ന്, പരിശുദ്ധാത്മായുടെ നല്ല അഡ്വക്കേറ്റായി നിന്ന് ഞങ്ങൾക്ക് പക്ഷമായി നിൽക്കുന്നതിന് സ്തോത്രം ചെയ്യും. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധാത്മാവിനായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരുമില്ലെന്ന് അവർ പറയുന്നത്, പക്ഷേ അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെന്നും അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു യേശു ഉണ്ടെന്നും അത് രണ്ടും കേട്ട് അവർക്ക് വേണ്ടി ന്യായം നടത്തുന്ന ഒരു ന്യായാധിപനായി സിംഹാസനത്തിലിരിക്കുന്ന പിതാവുണ്ടെന്നും അവർക്ക് ഉറപ്പ് കൊടുത്ത് അവരെ ബലപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാരോട് സംസാരിക്കുന്നതിന് മുമ്പിൽ ആമേൻ എതിർത്ത് നിൽക്കാതെ, അതിനോട് എഗ്നിസ്റ്റ് ആകാതെ കർത്താവെ അതിനെ അനുസരിച്ച് മുൻപോട്ട് പോകാനുള്ള ദൈവകൃപ നിൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിൽ വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ, വലിയ ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ. ഇവർ പോകുന്നിടത്തും നിൽക്കുന്നിടത്തുമെല്ലാം അത്ഭുതങ്ങൾ ജനിക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, ദൈവകൃപയിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഞെരുക്കങ്ങളും രോഗങ്ങളും മാറട്ടെ, എല്ലാ വാദങ്ങളും മാറട്ടെ. ആമേൻ. ശത്രു ഇവരുടെ കുടുംബത്തിന് വിരോധമായി സംസാരിക്കുന്ന എല്ലാ വാദങ്ങളും, ഫൈറ്റുകളും, മന്ത്രവാദങ്ങളും, ആഭിചാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ജനഫ്രീ ആകട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, അസ്ഥികൾക്ക് ഒക്കെയുള്ള തേയ്മാനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, അഡ്മിഷനുകൾ ലഭിക്കട്ടെ, പുതിയ ഓഫർ വരട്ടെ, പുതിയ ജോലി വഴികൾ തുറക്കട്ടെ. ഇവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കർത്താവിൻ്റെ കരം ഉണ്ടായിരിക്കും. ഇന്നലത്തേക്കാൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്ഡ് ആയിരിക്കും. God bless you. Shalom.